കരിവെള്ളൂർ ബസാറിലും ഒരു പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു. കരിവെള്ളൂർ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു ക്രൂരതയ്ക്ക് പേരുകേട്ട ആ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചത്. കരിവെള്ളൂർ ബസാറിലും ഒരു പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു. ഇന്നത്തെ ദേശീയപാതയുടെ അടിപ്പാതയ്ക്ക് എതിർവശത്തായിട്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത്. കരിവെള്ളൂർ സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു ക്രൂരതയ്ക്ക് പേരുകേട്ട ആ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചത്. നിരവധി പേരെ ഇവിടെ വെച്ച് തല്ലിച്ചതച്ചിരുന്നു. ഒരു മർദ്ദന വാഴ്ച തന്നെ നടന്നു. ദേശാഭിമാനിയിലേക്ക് 10 രൂപ മണി ഓർഡർ അയച്ചുവെന്ന കുറ്റം ചുമത്തി ആലപ്പടമ്പിലെ ചാലിൽ കുഞ്ഞിരാമൻ, ചിണ്ടൻ നമ്പ്യാർ, കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവരെ പിടികൂടി മർദ്ദിച്ച് കരിവെള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നത്. ചിണ്ടൻ നമ്പ്യാരെ സ്റ്റേഷനിൽ വെച്ച് തന്നെ തല്ലിക്കൊന്നു. പോലീസ് സ്റ്റേഷൻ 2 നില ബിൽഡിംഗാണ്. അപ്പോൾ അത് പിന്നെ ഒരുപാട് ഓർമ്മയുണ്ട്. ഇപ്പം ആലപ്പടമ്പിലെ മാവില ചിണ്ടൻ നമ്പ്യാരെല്ലാം പിടിച്ച് അവിടെ കൊണ്ടുവന്നിട്ട് ചവിട്ടി കൊന്നെല്ലാം അത് നമ്മൾ പറയുന്നത് കേട്ടാണ്. അപ്പോൾ നേരിട്ട് അനുഭവമില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനാണ് ഉള്ളത്, നമുക്ക് അനുഭവമാണ്. സ്ഥിരമായിട്ട് നമ്മൾ അതിൻ്റെ മുമ്പിലാണ് പാർട്ടി പരിപാടി നടത്തുന്നത്. അവിടെ ഒരു കൊടിമരവും അതിൻ്റെ ചുറ്റുപാടാണ് നമ്മളെല്ലാ പൊതുയോഗങ്ങളും പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടുണ്ടായത്. റോഡ് കുറേയും കൂടെ വികസനം വരുമ്പം അതെല്ലാം പോയി. അവിടെ മറ്റ് പീടികകൾ വന്നു, സ്ഥലമെല്ലാം പോയി. പോലീസ് സ്റ്റേഷൻ ഉണ്ടായത് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ മാതിരിയല്ല, പഴയ മറ്റേതെല്ലാം വെച്ചിട്ടില്ലേ പോലീസ് സ്റ്റേഷൻ 2 നില ബിൽഡിംഗ്. അത് അവസാനം ഇങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് കുറേ ഇടിഞ്ഞ് പല ഭാഗത്തായിട്ട് ഓട് പൊളിഞ്ഞിട്ടും ഇങ്ങനെ അത് കാലഹരണപ്പെട്ട് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇങ്ങനെ കണ്ണുനീരിന്റെയും വേദനയുടെയും എത്രയെത്ര കഥകൾ ഈ ഭൂമികയ്ക്ക് പറയാനുണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.